ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അജീഷാണ് ഇടുക്കി ചില്ലീസ്. നമ്മൾ ഇന്നൊരു ചെറിയ വലിയ ഗ്രാമം കാണാൻ വേണ്ടിയാണ് യാത്രയാകുന്നത്. ഒരുപക്ഷെ ഇടുക്കിയിൽ ഞാൻ പോയിരിക്കുന്ന ഗ്രാമങ്ങളെ വെച്ചുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗ്രാമമാണ് തങ്കമണി. കാരണം വെച്ചാൽ കാൽനട യാത്രക്കാർക്ക് നല്ല സൗകര്യത്തോടുകൂടി നടന്നു പോകാനുള്ള ഫുട്പാത്തുകൾ ഉൾപ്പെടെ മനോഹരമായ ഒരു ക്ലീൻ സിറ്റി ഉൾപ്പെടെയുള്ള ഒരു ഗ്രാമമാണ് തങ്കമണി എന്ന് പറയുന്നത്. ശരിക്കും ഗ്രാമം എന്ന് പറയാൻ പറ്റത്തില്ല, ഇപ്പോൾ ഒരു ടൗൺഷിപ്പായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് തങ്കമണി. മനോഹരമായ സ്കൂളും അതുപോലെ തന്നെ അതിനോടടുത്ത് തന്നെ പള്ളിയും പോലീസ് സ്റ്റേഷനും പഞ്ചായത്തും ഹോസ്പിറ്റലും ഒക്കെയുള്ള ഈ തങ്കമണി ഗ്രാമത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് എല്ലാ ഒക്ടോബർ മാസം 2-ാം തീയതി വടംവലി നടത്തുന്ന ഒരു ഗ്രാമം. അതാണ് ഈ തങ്കമണി. അപ്പോൾ തങ്കമണി കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാമല്ലേ. അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പം വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. തങ്കമണി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 500-600 മീറ്റർ മാറിയാണ് ഈ പെട്രോൾ പമ്പ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇരട്ടാർ റൂട്ടിൽ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് തങ്കമണി ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം. ഒരു പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് കഴിയുമ്പം തങ്കമണി ടൗൺ ഇവിടം വരെയൊക്കെ ആകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം വേറൊരു കട്ടപ്പനയും അടിമാലിയും തൊടുപുഴയൊക്കെ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമമാണ് തങ്കമണി എന്ന് പറയുന്ന ഈ ടൗൺഷിപ്പ്. ഇരിക്കുന്നത് കട്ടപ്പന തങ്കമണി റൂട്ടിലാണ്. ഇവിടെ നമുക്ക് ഒരു ഷാപ്പും അതിനോടനുബന്ധിച്ച് തന്നെ ഒരു സർവീസ് സ്റ്റേഷനൊക്കെ ഉണ്ട്. ഇവിടെയാണ് ക്യാമറ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുവഴി പോകുന്നവർക്ക് ശ്രദ്ധിക്കുക. നമ്മളങ്ങനെ തങ്കമണി ടൗൺഷിപ്പിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ചെന്ന് ചേരുന്ന മേഖലയിൽ ധാരാളം വർക്ക്ഷോപ്പുകളുണ്ട്. അതുപോലെ ഫുഡ് പ്രോസസ്സിങ് ഏരിയ ഉണ്ട്. അതുപോലെ ഏലക്ക ഉണങ്ങുന്ന യൂണിറ്റുകൾ ധാരാളമുണ്ട്. അങ്ങനെ ധാരാളമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞത് മാത്രമല്ല, ഇവിടെ ഒരു ചെറിയ ഒരു ബസ് സ്റ്റാൻഡുണ്ട്. അതുപോലെ തന്നെ ബാങ്കിൻ്റെ വലിയൊരു ശാഖ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങളുള്ള മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലം. നമ്മളങ്ങനെ ഇടുക്കിയിൽ നിന്ന് തങ്കമണിയിലേക്ക് എത്തുന്ന ആ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടുന്ന് ഇടുക്കിക്ക് 12.5 കിലോമീറ്ററാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ അങ്ങനെ ഒരു 3 കൂടിയ കവലയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു മനോഹരമായ ഒരു ക്ഷേത്രം നമുക്ക് കാണാം. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു യൂണിയൻ ബാങ്ക് നമുക്ക് കാണാൻ പറ്റും. ഈ ക്ഷേത്രത്തിൻ്റെ പേര് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 3 കൂടിയ കവലയാണ്. നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ഒരു ചെറിയ പ്രതിമയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതിനോട് ചേർന്ന് തന്നെ നമ്മളിത് ഈ കാണുന്ന വഴിയില്ലേ, ഈ കാണുന്ന വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാൽവരി മൗണ്ടിലേക്ക് നമുക്ക് ഈ യാത്ര ചെയ്ത് പോകാൻ പറ്റും. പോകുന്ന വഴിക്ക് കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും ഒരു ദിവസം നമുക്ക് അതിലൂടെ ഇറങ്ങി വരാം കേട്ടോ. ഏതാണ്ട് 5.5 കിലോമീറ്ററാണ് ഇതുവഴി യാത്ര ചെയ്ത് പോകുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മളിനി തങ്കമണി പള്ളി സ്കൂളൊക്കെ ഇരിക്കുന്ന ആ ഒരു മേഖലയിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ ഏതാണ്ട് സെൻട്രൽ ജംഗ്ഷൻ്റെ അടുത്തേക്ക് നമ്മൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പള്ളീൻ്റെ ഒരു കുരിശുപള്ളി നമുക്ക് ഇവിടെ ചെറുതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഈ വഴി ഇങ്ങനെ 1960കളിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു പള്ളിയുടെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം ഇതിന് റിനോവേഷൻ വല്ലതും നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ 1979 മുതൽ ആരംഭിച്ചിരിക്കുന്ന ഒരു സ്കൂളിൻ്റെ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഹയർ സെക്കൻഡറി സ്കൂളാണ്. തൊട്ട് താഴെ തന്നെ LP സ്കൂളും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ തങ്കമണി ടൗൺഷിപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാഴ്ച. ഈ എത്ര മനോഹരമായിരിക്കുന്ന ഒരു ആംബിയൻസിലിരിക്കുന്ന ഒരു സ്കൂളാണ് ഈ തങ്കമണി സ്കൂൾ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ തേയിലക്കാടുകളാണ്. തങ്കമണിയിൽ 2 സ്കൂളുണ്ട് കേട്ടോ. ഒന്ന് ഈ ഹയർ സെക്കൻഡറി സ്കൂൾ, തൊട്ട് താഴെ തന്നെ LP സ്കൂളുണ്ട്. അതുകൂടാതെ ഗവൺമെൻറ് ഹൈസ്കൂള് ഉണ്ട്. അത് നമ്മൾ കാമാക്ഷി വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമുക്ക് ഇനി ടൗണിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമല്ലേ.
യെസ്, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് കാര്യാലയം തങ്കമണി. നമ്മൾ കാമാക്ഷി വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കൊച്ചു സ്ഥലത്തിൻ്റെ പേരിലാണ് ഒരു പഞ്ചായത്ത് അറിയപ്പെടുന്നത് എന്നുള്ള കാര്യം. ഈ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ഇരിക്കുന്നത് തങ്കമണിയിലാണ് കേട്ടോ. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ നമുക്ക് കുറേ കടകൾ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഈ വഴി ഇങ്ങനെ പോയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരും. നമ്മുടെ പ്രകാശം നിന്ന് ഇറങ്ങി വന്ന വഴിയിലേക്ക് എത്തിച്ചേരും. അപ്പോൾ തങ്കമണി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പം ഇവിടുന്ന് കുറച്ച് ദൂരം കൊണ്ട് പോയാൽ മതി. ഇത് ഈ അടുത്ത നാൾ പണിത് നല്ല അടിപൊളിയായിട്ട് ഉദ്ഘാടനമൊക്കെ നടത്തിയിരിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ്. എന്താണെങ്കിലും നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നീലിവയിൽ എനിക്ക് തോന്നണേ യെസ്, നീലിവയിൽ ആ മേഖലയിലേക്ക് ചെന്ന് ചാടാൻ പറ്റും. അതായത് അങ്ങനെ വിമലഗിരിയൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും. വഴി എത്രമാത്രം നല്ലതാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നമ്മളങ്ങനെ പഞ്ചായത്തിന് മുമ്പിൽ നിന്ന് നമ്മളിത് ഈ കാണുന്ന വഴി കൂടെ അങ്ങോട്ട് സഞ്ചരിക്കുകയാണ്. ഈ കാണുന്ന വഴി ചെന്ന് ചേരുന്നത് നമ്മുടെ പ്രകാശിൽ നിന്ന് തങ്കമണിക്ക് ഇറങ്ങി വരുന്ന വഴിയിലേക്കാണ് ഇത് ചെന്ന് യോജിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ സ്ഥാപനങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിന്ന് പ്രകാശിന് വളരെ കുറഞ്ഞ കിലോമീറ്ററേ ഉള്ളൂ. ഒരു 6-7 കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ പ്രകാശിന് കേട്ടോ. അപ്പം പ്രകാശിന് പോകുന്ന വഴി ഇതാണ്. ഈ പ്രകാശിൽ നിന്ന് തങ്കമണിക്ക് വരുന്ന വഴിക്ക് കാണാൻ പറ്റുന്ന ഒരു SNDPയുടെ ബിൽഡിംഗാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമ്മളൊരു കവലയിലേക്കാണ് ചെല്ലുന്നത്. ഈ വഴിയുടെ 2 സൈഡും കണ്ടോ ധാരാളം ഷോപ്പുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പോൾ ഇത് പ്രകാശിലേക്ക് പോകുന്ന കവലയാണ്, പ്രകാശ് കവല എന്നാണ്. ഇവിടെയാണ് ശരിക്കും ബസ് സ്റ്റോപ്പ് ഉള്ളത്. തങ്കമണിയിലെ മെയിൻ ബസ് സ്റ്റോപ്പും ചെറിയൊരു വെയിറ്റ് ഷെഡൊക്കെ ഉള്ള സ്ഥലം ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അല്ലേ. ഈ കാണുന്ന വഴി നമ്മൾ നേരെ കട്ടപ്പനയ്ക്കാണ്. ഇവിടെ നിന്ന് 15-15.5 കിലോമീറ്ററൊക്കെ ഉള്ളൂ. അതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന മലയില്ലേ, അതാണ് നമ്മുടെ അമ്പലമേട് മലമുകൾ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ഇവിടെ എല്ലാം ധാരാളം കടകൾ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ ഈ കാണുന്ന വഴിയില്ലേ, ഈ കാണുന്ന വഴി കൂടെ കയറി പോയാലാണ് തങ്കമണിയിലെ സഹകരണ ആശുപത്രിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ തങ്കമണി. അപ്പം ഇവിടുന്ന് നമ്മളങ്ങോട്ട് കുറച്ച് ദൂരം കയറി പോകണം. അപ്പോൾ അതിൻ്റെ ടോപ്പിക്കിടെയാണ് നമ്മുടെ കാൽവരികൊണ്ടിലേക്ക് പോകുന്ന വഴികളൊക്കെ കടന്നു പോകുന്നത്. ഇവിടെ നിന്ന് തിരിഞ്ഞാണ് പ്രകാശിന് പോകേണ്ടതെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പം ഇവിടെയാണ് ആ വെയിറ്റ് ഷെഡ് ആയിട്ടുള്ളത് കേട്ടോ. അവിടെ നമുക്ക് കുറേ ആളുകളൊക്കെ വാഹനം കയറാൻ വേണ്ടി നിൽക്കുന്ന കാഴ്ചയൊക്കെ ഉണ്ട്. നേരെ കാണുന്നത് നമ്മൾ ആദ്യം നിന്ന കുരിശുപള്ളിയൊക്കെ ഇല്ലേ, അവിടെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ധാരാളം കടകൾ സ്ഥാപനങ്ങളൊക്കെ ഉള്ളൊരു മേഖലയാണ്. ഇവിടെ ഒരു ചെറിയ ഓട്ടോറിക്ഷ സ്റ്റാൻഡൊക്കെ ഉണ്ട്. അപ്പം പ്രകാശ് കവലയിൽ നിന്ന് പ്രകാശിലേക്ക് കയറി പോകുന്ന വഴിയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. നമ്മൾ ശരിക്കും തങ്കമണിയിലെ പള്ളി ഇരിക്കുന്ന ആ ഒരു ജംഗ്ഷൻ അതാണ്. അവിടെ ഒരു കുരിശുപള്ളി ഉണ്ട്, അതിൻ്റെ ബാക്കിലാണ് പള്ളിയും. നമ്മൾ ആദ്യം കണ്ടില്ലായിരുന്നോ. അപ്പോൾ ഇവിടെ എല്ലാം ഓട്ടോറിക്ഷ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ധാരാളം കടകൾ സ്ഥാപനങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെയാണ് തങ്കമണിയിലെ വിശേഷം. അപ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യം ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ, ഫുട്പാത്തുള്ള ഏക സ്ഥലമാണ് ഇടുക്കിയിലെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് നല്ല ടൈലൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് തങ്കമണി. അപ്പം ക്ലീൻ സിറ്റിയാണ്. അതുപോലെ കാൽനട യാത്രക്കാർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിരിക്കുന്ന ഒരു ടൗണാണ് നമ്മുടെ ഈ തങ്കമണി എന്ന് പറയുന്നത്. തങ്കമണിയിലെ ചെറിയ ബസ് സ്റ്റാൻഡുള്ള ആ ഒരു മേഖലയിലേക്കാണ് നമ്മൾ പോകുന്നത്. ബസ്സുകളൊന്നും അങ്ങനെ പ്രവേശിക്കുന്നില്ല, പക്ഷേ അത്യാവശ്യം പാർക്കിങ്ങിനെല്ലാം ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മിക്കവാറും വടംവലിയൊക്കെ ഇവിടെയാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങൾ കണ്ടില്ലേ. അപ്പം ഇവിടെ നിന്ന് നമ്മളിനി സഞ്ചരിച്ച് നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് നമ്മുടെ പ്രകാശ് റൂട്ടിലേക്ക് തന്നെ തിരികെ കയറുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഈ തങ്കമണിയുടെ വിശേഷങ്ങൾ. വളരെ മനോഹരമായിട്ടുള്ള ക്ലീൻ സിറ്റി. നിങ്ങൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഈ വീഡിയോയിൽ എവിടെയെങ്കിലും വേസ്റ്റ് കിടക്കണമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു സ്ഥലത്തും വേസ്റ്റ് ഇല്ല. എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുന്ന മനോഹരമായ ഒരു ടൗണാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് തങ്കമണി എന്ന് പറയുന്നത് ക്ലീൻ സിറ്റി എന്നാണ് പറഞ്ഞത്. തങ്കമണി എങ്ങനെയാണ് ഒന്ന് പറഞ്ഞേ. തങ്കമണി വളരെ ശോചനീയമായ രീതിയിലായിരുന്നു പല കാലങ്ങളിൽ കിടന്നത്. ഇപ്പം ചിലങ്ങളുടെയൊക്കെ നല്ല ഡെവലപ്പായി, കാര്യങ്ങളൊക്കെ ഭംഗിയായി, വഴികളെല്ലാം വികസിച്ചതിൻ്റെ ഒരു ഗുണമായിരിക്കും. വികസിച്ചിട്ടുണ്ട്, കുറേ വികസിക്കാനുണ്ട്. ശരി, വേറെ ജോയി തങ്കമണി വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്രിയപ്പെട്ട ഒരു കട ഇവിടെ ഉണ്ട് കേട്ടോ.
ഡയാന ഗിഫ്റ്റ് ഹൗസ്. നമുക്ക് വേണ്ടപ്പെട്ട 2 സുഹൃത്തുക്കൾ, ഒന്ന് ഇവിടുത്തെ ചേട്ടനും പിന്നെ ഇവിടുത്തെ നമ്മുടെ ആളും. ഹായ്, ഹലോ, നമസ്കാരം. ചേട്ടാ സുഖമായിട്ടിരിക്കുന്നോ? എന്നാ വിശേഷമുള്ളേ? പിന്നെ എത്ര വർഷമായി നമ്മൾ കടയൊക്കെ നടത്താൻ തുടങ്ങിയിട്ട്? 54 വർഷമായി. 54 വർഷമായ നമ്മുടെ ഡയാന ഗിഫ്റ്റ് ആൻഡ് ഫാൻസി എന്ന് പറഞ്ഞ കടയാണ് തങ്കമണിയിൽ. ഒരുപാട് കടകളുണ്ട് കേട്ടോ, വേറെ കടക്കാരൊന്നും എന്നോട് പിണങ്ങരുത്. ചങ്ങാതി, നിങ്ങൾ എന്നെ വെയിറ്റ് ഇട്ടിരിക്കണേ? സുഖം, കച്ചവടമാണല്ലോ പ്രധാനം അല്ലേ? എന്നോട് ക്രിസ്മസ് തിരക്കുകളൊക്കെ ആയോ? കുഴപ്പമില്ല. ഓക്കെ, ശരി. ചേട്ടാ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. എൻ്റെ പേര് KS മോഹനൻ. KS മോഹൻ അല്ലേ? തങ്കമണിക്കാരനാണ്. ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ്. ഈ തങ്കമണിയായിട്ട് അഭേദ്യമായ ബന്ധം. ഇവിടെ ജനിച്ചു വളർന്ന ആളെന്ന് മാത്രമല്ല, ഇവിടെ തങ്കമണിയിലുള്ള എല്ലാ കാര്യത്തിൻ്റെ അകത്തും ഒരു ചെറിയ ടച്ച് നമ്മുടെ ഉണ്ട്. എത്ര വർഷമായി കാണും തങ്കമണി താമസിക്കാൻ തുടങ്ങി? 53 വർഷം. 53 വയസ്സായി. ഈ തങ്കമണിയുടെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് തങ്കമണിയുടെ പോസിറ്റീവ്. ഇപ്പോൾ തങ്കമണി എങ്ങനെയാണ്? ഇപ്പോൾ തങ്കമണി എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സൈസ് ഓഫീസ്, അതുപോലെ തന്നെ എക്സൈസിൻ്റെ സർക്കിൾ ഓഫീസ്, പോലീസ് സ്റ്റേഷന്, ആയുർവേദ ആശുപത്രി, ആയുർവേദത്തിൻ്റെ കിടത്തി ചികിത്സകളുടെ സംവിധാനം നമ്മൾ പുതിയതായിട്ട് ആലോചിച്ചിരിക്കുക. അതടക്കം ഇവിടെ ബാങ്കുകൾ തന്നെ, സർവീസ് ബാങ്കുകൾ. ഞാൻ ബാങ്കിൻ്റെ ഒരു ബോർഡ് മെമ്പറും കൂടെയാണ്. ഞങ്ങൾ ഏതാണ്ട് 200 ചിലവാണ് ആളുകൾക്ക് ഇപ്പോൾ ജോലി കൊടുക്കുന്ന പല സംരംഭങ്ങളും. ഇല ഫാക്ടറി അടക്കം ഇവിടെ ഒരു വലിയ തേയില ഫാക്ടറിയും തങ്കമണിയുടെ ആണല്ലോ അല്ലേ? ഞാനത് കാണിച്ചിട്ടുണ്ട്. ഏതാണ്ട് 270ഓളം ആളുകൾ സ്ഥിരമായിട്ടും അല്ലാതെ നിരന്തരം ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സംവിധാനം ഇപ്പോൾ നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തങ്കമണിക്കുണ്ട്. ശരിക്കും തങ്കമണി ഇനിയിപ്പോൾ അടുത്തൊരു ടൗൺഷിപ്പ് ആയിട്ട് മാറണമായിരിക്കും. തങ്കമണി ഇനി വികസിക്കണമെങ്കിൽ, ടൗൺ വികസിക്കണമെങ്കിൽ പുതിയ ബൈപ്പാസ് റോഡുകൾ കണ്ടെത്തേണ്ട അവസ്ഥയിലേക്ക് തങ്കമണി മാറുകയാണ്. ഇനി ഇവിടെ ഇടയില്ല. ഒരു ഏകദേശം 5 വർഷത്തിനുള്ളിൽ ഇങ്ങനത്തെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 വർഷത്തിനുള്ളിൽ കാമാക്ഷി തങ്കമണി കൂട്ടിമുട്ടും. തങ്കമണി കാമാക്ഷി ഇപ്പം നമ്മൾ കട്ടപ്പന വെള്ളയാങ്കുടി പോലെ കാമാക്ഷി തങ്കമണി കൂട്ടുമുട്ടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുക. ഞാനിന്ന് പെട്രോൾ പമ്പിൽ നിന്ന് എടുത്തത്. അവിടെ നിന്ന് എത്ര കിലോമീറ്റർ കാമാക്ഷിക്കുണ്ട്? 1 കിലോമീറ്റർ ഉള്ളൂ. അത്രേ ഉള്ളൂ. കറക്റ്റ് 2 കിലോമീറ്റർ കാമാക്ഷി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വരാൻ പോവാം. ഇവിടെയുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ കുറിച്ച് ഒന്ന് പറയാമോ? ടൂറിസം നമുക്ക് ഇപ്പോൾ ഇവിടെ ഏകദേശം 62 കിലോമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് മൂന്നാർ ചെല്ലാൻ വേണ്ടി സാഹചര്യമാണ്. 62 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന് മൂന്നാർ. ഇപ്പം നമുക്ക് തങ്കമണി വരെയുള്ള റോഡിന്റെ പണി തീർന്നു നിൽക്കുന്നു. ഇപ്പം നമ്മൾ 10ാം മൈലിലേക്ക് ഈ ഗവൺമെന്റ് ഇപ്പോൾ ഒരു 15 കോടി രൂപ കൂടെ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഉടൻ കാൽവരുമുണ്ട് ടൂറിസ്റ്റ് കേന്ദ്രം ഏകദേശം 1 വർഷത്തിനുള്ളിൽ ഈ വരുന്ന മാർച്ചിൽ അതിന്റെ പണി തുടങ്ങും. തങ്കമണി എന്ന കാൽവരുമുണ്ടിന് 15 കോടി രൂപയുണ്ട്. ഇത് നമുക്കിപ്പോൾ ഉടൻ കൂട്ടിമുട്ടും. അതായത് നമുക്ക് മൂന്നാറുമായിട്ട് കൂട്ടിമുട്ടിയാൽ പിന്നെ ആളുകൾക്ക് വന്ന് താമസിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം തങ്കമണിയായി മാറുകയാണ്. ഇവിടെ അതുകൊണ്ട് ടൂറിസത്തിന് ഭയങ്കര സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പം കാൽവരിമൗണ്ട്, കൂട്ടക്കൽ മേഖലയിലൊക്കെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ കെട്ടിടങ്ങൾ പണിത് ആളുകൾ ഇട്ടേക്കുക. റിസോർട്ടുകൾ ഇഷ്ടം പോലെയായി, ചെറിയ ചെറിയ കോട്ടേജുകളായി. ഇപ്പോൾ സർവീസ് ബാങ്ക് ഇപ്പം നമുക്ക് അവിടെ ഒരു 3.5 ഏക്കർ സ്ഥലമുണ്ട് കാൽവരിമൗണ്ടിൽ. അത് ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രലാണ്. അവിടെ ഇപ്പം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെക്ക് ഡാം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പണി നീങ്ങാൻ പോവാം. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു 3.5 കോടി രൂപ നമുക്ക് അനുവദിച്ച് കിടക്കും. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വരാൻ പോവാം. ഈ നാട് നമ്മൾ മൊത്തത്തിൽ ഒരു മാറ്റിയെടുക്കും. അല്ല, ഞാൻ തങ്കമണി കാണാൻ തുടങ്ങിയിട്ട് ഒരു 15 വർഷമെങ്കിലും ആയിട്ടുണ്ട്. പക്ഷെ ഓരോ നിമിഷം തങ്കമണിയുടെ ഓരോ കാഴ്ചകൾ മാറിക്കൊണ്ടിരിക്കുക, ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുക. 10 ദിവസം മുന്നേ വന്നപ്പോഴത്തെ അവസ്ഥയല്ല. അതെ, കറക്റ്റാണത്. മാത്രമല്ല അതിൻ്റെ അത് വേറൊരു സംഭവം. ഇപ്പം ഇടുക്കിയിലെ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പോകുന്ന ആളാണ്. പക്ഷേ ഫുട്പാത്തുള്ള ഒരു ടൗണ് അല്ലെങ്കിൽ ഒരു ഗ്രാമം തങ്കമണിയുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഞങ്ങളുടെ ഈ പഞ്ചായത്തിൽ ഒരാൾ ജോലിക്ക് വന്നു. പുള്ളി ഇവിടെ വന്നിട്ട് ഇവിടെ എല്ലാം ഒന്ന് കണ്ടു കേട്ട് പോയപ്പോൾ കൊല്ലംകാരനാണ്. പുള്ളി ഞങ്ങളെ വിളിച്ച് പറഞ്ഞത് പുള്ളി കേരളത്തിൽ പോയിട്ട് എത്ര നല്ല വൃത്തിയുള്ളൊരു ടൗൺ വേറെ ഇല്ല എന്നാണ് പുള്ളി പറയണത്. അതാണ്. അപ്പോൾ അതൊക്കെയാണ് തങ്കമണി ടൗൺ. തങ്കമണി എന്ന് പറയുന്നത് കുറേ ആളുകൾ വന്ന് പല നൈറ്റുകളും പല ചരിത്രങ്ങളും പറഞ്ഞു. നമ്മൾ ഏത് ഗ്രാമത്തിൽ പോയാലും അതിൻ്റെ ഒരു പോസിറ്റീവ് വശങ്ങൾ മാത്രം പറഞ്ഞ് മുന്നോട്ട് പോവുക. കാരണം ഇതൊരു നെട്ടോട്ടത്തിൽ അല്ലെങ്കിൽ ഒരു തേരോട്ടത്തിലാണ് തങ്കമണി. ഒരു പക്ഷേ 5-10 വർഷം കഴിയുമ്പോൾ കട്ടപ്പനെ കഴിഞ്ഞും അടിമാലിനെ കഴിഞ്ഞും തൊടുപുഴയെ കഴിഞ്ഞും ഒക്കെ ഒരു വലിയ ടൗണായിട്ട് തങ്കമണി മാറും. 100% ഉറപ്പാണ്. നിങ്ങൾ കണ്ടിരിക്കുന്ന തങ്കമണി വീഡിയോയിൽ ഇത്രയൊക്കെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു അറിവ് നിങ്ങൾക്കുണ്ടായിരുന്നോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചാനലിലെ വിശേഷങ്ങൾ കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. അപ്പം പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.